ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വിഷു ഒക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷുവിന് സെറ്റ് മുണ്ടിൻ്റെയും സാരിയുടെയും ഒക്കെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കമ്മലാണ് നമ്മളിവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റഡ് ബേസ്, പിന്നെ ദാ സ്റ്റോൺ ചെയിൻ, പിന്നെ നമുക്ക് വേണ്ടത് കുന്തൻ സ്റ്റോൺ ആണ്. അപ്പോൾ ഞാനൊരു റെഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ചെയ്യുന്നത്. നമുക്കിത് ഡ്രസ്സിന് മാച്ച് ചെയ്ത്, അതായത് ഇപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ കരയ്ക്കൊക്കെ മാച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റോണിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 പീസ് വെച്ചിട്ടൊരു 2 എണ്ണം ഒരു കമ്മലിലേക്ക് വേണം. പിന്നെ അപ്പോൾ 4 പീസ് നമ്മൾ 2 എണ്ണം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ സിംഗിൾ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുന്തൻ സ്റ്റോണും സ്റ്റോൺ ചെയിനൊക്കെ വെച്ച് നമുക്ക് പല മോഡൽ കമ്മലുകൾ ചെയ്തെടുക്കുക. അതുപോലെ ഇതിന് മാച്ചാക്കി പെൻഡൻറ്റും ചെയ്താൽ ഞാൻ സിമ്പിൾ മാലയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാക്സ് ഷീറ്റാണ്. ഈ ഒരു പേപ്പർ വാക്സ് ഷീറ്റാണ്. നമുക്ക് OHP ഷീറ്റിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. OHP ഷീറ്റൊക്കെ നമുക്ക് സാധാരണ സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൂ ഒന്ന് വെച്ചിട്ട് നമ്മുടെ സ്റ്റോണുകൾ ഒട്ടിച്ചെടുക്കാം. ആദ്യം കുന്തൻ സ്റ്റോണാണ് ഒട്ടിക്കുന്നത്. അത് ഈ ഒരു ഷേപ്പിൽ V ഷേപ്പിലാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഞാൻ സ്റ്റോൺ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ലാസ്റ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യം ആ ഒരു സ്റ്റോൺ ഒട്ടിക്കുന്നത് അതിനെപ്പറ്റി അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ലാസ്റ്റിൽ കുറച്ചും കൂടി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ V ഷേപ്പിൽ വെച്ചേക്കുന്ന കുന്തൻ സ്റ്റോണിൻ്റെ താഴെ നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, 2 സ്റ്റോണിൻ്റെ ഓരോ പീസ്, അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ടും അങ്ങനെ അടിയിലടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സിംഗിൾ പീസിനേലും ഇങ്ങനെ ഒട്ടിക്കായിരിക്കും എളുപ്പം, നല്ല പെർഫെക്ഷനും കിട്ടും സിംഗിൾ പീസ് ഒട്ടിക്കുന്നേക്കാൾ. ഇതുപോലെ 2 പീസാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ V ഒരു ഷേപ്പ്, പക്ഷെ അത് താഴത്തേക്കാണെന്ന് മാത്രം. അതിൻ്റെ സെൻറ്ററിലും ഒരു കുന്തൻ സ്റ്റോണാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു കമ്മൽ ചെയ്തെടുക്കുന്നത്. സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ശരിക്കും അവിടെ സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ B7000 ഗ്ലൂ ആണ്. അതും നന്നായിട്ട് ഒട്ടും, പക്ഷേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ കമ്മൽ വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റഡായിട്ട് മാത്രം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനിവിടെ ഹാങ്ങിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരൊറ്റ സിംഗിൾ പീസ് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിൽ സ്റ്റഡിൻ്റെ ബേസ് വയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ കുറച്ചും കൂടി ഒരു ഭംഗിയായി കണ്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയായി. സ്റ്റഡിൻ്റെ ബേസ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലുതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെറുതെടുക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം നമ്മളിത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്റ്റഡ് വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മുടെ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു സ്റ്റോൺ ഫസ്റ്റിൽ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഒരു V ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഗ്ലൂ കൊടുത്തിട്ട് അതിലേക്ക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വീണ്ടും ഒരു സ്റ്റോൺ, റെഡ് കളർ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് സ്റ്റഡ് വരുന്നത്. ഇത് എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു രീതി വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഈ സ്റ്റോണുകളൊക്കെ വെച്ച് പല മോഡൽ കമ്മലുകൾ ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരുപാട് ഡിസൈനുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പത്തെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലത്തെ ഒരുപാട് മാലകളും അതുപോലെ കമ്മലുകൾ, പെൻഡൻ്റൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് നെക്ലസ്സുകൾ, അതുപോലെ നമ്മുടെ ഇൻവിസിബിളായിട്ടുള്ള ചെയിനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് പല മോഡലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇതുപോലെയുള്ള മോഡലുകളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ നമ്മൾ 2 സ്റ്റഡും ചെയ്തുകൊണ്ടോ. ഇനി അതിനെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിത് സ്പീഡിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അരിക്കൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതേ നമ്മുടെ സ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ്ങൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ജസ്റ്റ് ഉരുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടു, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് സ്റ്റഡ് ബേസിലേക്കും കൊടുത്ത് ഹാങ്ങിങ്ങും ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റഡ് ബേസ് ഇതുപോലെ ഒരു പീസിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇറക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ അരിക് ചേർത്ത് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് അവിടെ നന്നായിട്ട് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിയിരിക്കും, കമ്മലിൽ വിട്ടുപോവില്ല പെട്ടെന്ന്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ സ്റ്റഡ് കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബേസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വലുതെടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ചെറുത് മതിയായിരുന്നു എന്ന്. ചെറുതാകുമ്പോൾ ശരിക്കും അത് അതിൻ്റെ സൈഡൊക്കെ നമുക്ക് കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അപ്പോൾ പിന്നെ ബേസ് അതിലൊട്ടി ശരിക്കും ഇരുന്നോളൂ. ഇതിപ്പോൾ കുറച്ച് വലുതായ കാരണം എനിക്ക് ആ ഒരു ഷീറ്റ് അധികം കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ബേസ് എടുക്കുക. അതായത് പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് ഉരുക്കി കൊടുക്കാം. ഉണങ്ങിയതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സൈഡൊന്ന് ഉരുക്കി കൊടുത്താൽ ആ ഒരു ഷീറ്റൊന്നും പുറത്തേക്ക് കാണില്ല.
അപ്പോൾ ഇതുപോലെ നമുക്ക് 2 കമ്മലും ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഐപ്പിന്നൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു വീതി നോക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഐപ്പിന്നെ എടുത്തിട്ട് ഒന്ന് ലെങ്ത്ത് ഒന്ന് കുറയ്ക്കണം. കുറച്ച് ലെങ്ത്തുള്ള ഐപ്പിന്നാണ്. അപ്പോൾ അതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കുക. എത്ര നീളം വേണം നോക്കുക നമ്മൾ കമ്മലിൻ്റെ ബാക്കിൽ വെച്ചിട്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്മലിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗ്ലൂ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഐപ്പിന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ പീസ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കമ്മലൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പല മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. നേരെ വെച്ച് ഒട്ടിക്കരുത്, കാരണം നമുക്ക് ഹാങ് ചെയ്തിടേണ്ടതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇതിങ്ങനെ ഹാങ് ചെയ്യല്ല ചെയ്യുന്നത്. ഇതിലേക്ക് സൈഡ് റിങ് ഇട്ട് കൊടുത്തിട്ടാണ് ഹാങ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ഇതിങ്ങനെ ഹാങ് ചെയ്യില്ല. അത് സ്റ്റഡുമായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കും. അപ്പോൾ ഹാങ്ങിങ് കുറവായിരിക്കും, ഹാങ് ചെയ്യൽ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും സൈഡ് റിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ ചെരിച്ച് വയ്ക്കുക. എന്നാലേ നമുക്കിതിൽ സൈഡ് റിങ് ഇട്ടിട്ട് സ്റ്റഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും പെർഫെക്റ്റായിട്ട് നിൽക്കുള്ളൂ. കണ്ടോ ഇതുപോലെ വെക്കണം നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ സൈഡ് റിങ് എടുത്ത് ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ഈ ഐപ്പിനിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റഡ് ഇല്ലാതെ ഇതിലേക്ക് ഇയർ ഹൂക്ക് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. സൈഡ് റിങ് അപ്പോൾ ഒന്ന് ഊരി വെച്ചിട്ട് ഇയർ ഹൂക്ക് ഇട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടോ കമ്മൽ എങ്ങനെയാണ് വരിക. നമ്മുടെ 2 കമ്മലും ഈ ഒരു രീതിയിലാണ് വരിക. പിന്നെ ഒട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2 കമ്മലും ഒരേ രീതിയിൽ ഒട്ടിക്കണം. കാരണം നമ്മുടെ ഇതിൽ നമ്മൾ കണ്ടോ മുകളിൽ റെഡ് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചത് ഇരിക്കുന്നത്. അപ്പോൾ 2 കമ്മലും സെയിം ഇതേ രീതിയിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ 2 കമ്മൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് പറയാം. അതുപോലെ വേറെ ഏതെങ്കിലും മോഡലുകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു മോഡലുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് പറ്റണതാണെങ്കിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ച് തരാം. അപ്പോൾ അതാ 2 കമ്മലും നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരെ ബായ്.